ടെക്സ്റ്റ് ബുക്കിൻ്റെ നടുഭാഗത്ത് നിന്ന് പേപ്പർ ഇളകി പോകാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം. ക്ലോസ്ഡ് ആയിട്ടുള്ള വശത്ത് ഇതുപോലെ നടുഭാഗത്ത് ഒരു മാർക്കിംഗ് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഇടത്തെ അറ്റത്തും വലത്തെ അറ്റത്തും ഈക്വൽ ഡിസ്റ്റൻസിൽ ഓരോ മാർക്കിംഗ് കൂടെ കൊടുക്കാം. എന്നിട്ട് ഈ ഡോട്ട്സിൽ കൂടെ ഒരു സൂചി ഇറങ്ങാനുള്ള വലിപ്പത്തിൽ ഹോൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനൊന്ന് തുന്നിയെടുക്കണം. അതിനായിട്ട് മാക്സിമം കട്ടിയുള്ള നൂല് തന്നെ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നല്ല ടൈറ്റായിട്ട് നമ്മുടെ തുന്നലിരിക്കത്തുള്ളൂ. ഞാൻ 2 ലെയറായിട്ടാണ് ഈ ഒരു നൂലെടുത്തേക്കുന്നത്. സൂചി ഇതിനകത്ത് കിടന്ന് ഓടാതിരിക്കാനായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം മിഡിൽ പോർഷനിലൂടെയാണ് നമ്മൾ ഈ ഒരു സൂചി ഇറക്കാൻ പോകുന്നത്. എന്നിട്ട് നൂലിൻ്റെ അറ്റം അവിടെ ഇട്ടേക്കണം. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ഹോളിൻ്റെ താഴെ കൂടെ നമ്മൾ ഈ സൂചി വീണ്ടും കയറ്റുകയാണ്. അതിനുശേഷം വീണ്ടും നടുഭാഗത്തേക്ക് സൂചി കൊണ്ടുവന്ന് താഴേക്ക് ഇറക്കുക. അപ്പോഴേക്ക് നമ്മൾ അവിടെ ഇട്ടേക്കുന്ന നൂല് താഴെ ഇറങ്ങി പോവാതെ നോക്കിക്കൊള്ളണം. നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം വലതുവശത്തുള്ള ഹോളിൻ്റെ താഴെ കൂടെ സൂചി മുകളിലേക്ക് കയറ്റുക. നല്ല ടൈറ്റ് ചെയ്ത് നൂല് പിടിക്കണം. അതിനുശേഷം നടുഭാഗത്ത് കൊണ്ടുവന്ന് 2 നൂലും കൂടെ കൂട്ടിക്കെട്ടണം. ഈ ഒരു തുന്നൽ മറയ്ക്കാനായിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ പേപ്പർ ഒരിക്കലും ഇളകി പോകത്തില്ല. എത്ര നാൾ വേണം സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും. ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങൾ